എല്ലാവർക്കും ഓൺലൈൻ ക്ലാസ്സിലേക്ക് സ്വാഗതം. നമുക്ക് 6ാം ക്ലാസ്സിലെ അടിസ്ഥാന പാഠത്തിലെ ചില പ്രധാന ചോദ്യോത്തരങ്ങൾ നോക്കാം. 6ാം ക്ലാസ്സുമായി ബന്ധപ്പെട്ട ഒരുപാട് വീഡിയോസ് പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പർ ഓൺലൈൻ ക്ലാസ് എന്ന ഈ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. ഓക്കെ, അപ്പോൾ നമ്മൾ 2024 സെപ്റ്റംബറിൽ നടക്കുന്ന എല്ലാ ഓണം എക്സാം ക്വസ്റ്റ്യൻ പേപ്പറിൻ്റെയും ആൻസർക്ക് ഓൺലൈൻ ക്ലാസ് എന്ന ഈ ചാനൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ഇന്നത്തെ എക്സാമായ ഹിന്ദിയുടെ ആൻസർക്ക് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ കാണാത്തവർ കാണുക, ഉത്തരങ്ങളൊക്കെ ശരിയാണോ നോക്കുക. അപ്പോൾ നമുക്ക് ആദ്യത്തെ ചോദ്യം നോക്കാം. ഒരു കുറിപ്പ് തയ്യാറാക്കാനാണ്. താമരത്തണ്ടെറിഞ്ഞു കുതിച്ചു നെറ്റിയിൽ നീറി നിൽക്കുമീ അഴുക്കി നിറ്റുകൾ കുഞ്ഞി ചുണ്ടാൽ തുടപ്പു ചെറ്റകന്നു നിറഞ്ഞു തുളുമ്പി നിൽക്കുകയാണൊരു പ്രാർത്ഥനാ നാളം. നിങ്ങൾ പരിചയപ്പെട്ട ഊഞ്ഞാൽപ്പാട്ട് എന്ന കവിതയിലെ വരികളാണിത്. വാക്കുകൾ കൊണ്ട് കടമനിട്ട് വരച്ച ചിത്രത്തിൽ നിന്നും സ്നേഹത്തിൻ്റെ ഒത്തിരി നിമിഷങ്ങളെ നമുക്ക് വായിച്ചെടുക്കാനാവുന്നുണ്ടല്ലോ. സ്നേഹത്തിൻ്റെ ഒട്ടേറെ അനുഭവങ്ങൾ ഓർമ്മിപ്പിക്കുന്ന മുഹൂർത്തമാണവ. ഈ ആശയങ്ങളെ മുൻനിർത്തി സ്വന്തം കാഴ്ചപ്പാട് ഉൾപ്പെടുത്തി മുകളിൽ കൊടുത്തിട്ടുള്ള വരികളിലെ ആശയം വിശകലനം ചെയ്ത് കുറിപ്പ് തയ്യാറാക്കുക. അപ്പോൾ താമരത്തണ്ടെറിഞ്ഞു കുതിച്ചു നെറ്റിയിൽ നീറി നിൽക്കുമീ അഴുക്കി നിറ്റുകൾ കുഞ്ഞിച്ചുണ്ടാൽ തുടച്ചു ചെറ്റകന്നു നിറഞ്ഞു തുളുമ്പി നിൽക്കുകയാണൊരു പ്രാർത്ഥനാ നാളം. ഓക്കെ, അപ്പോൾ നമുക്ക് ആ ചോദ്യത്തിൻ്റെ ഉത്തരം ഒന്ന് നോക്കാം. കുടുംബത്തിനുള്ളിലെ ഊഷ്മളമായ സ്നേഹത്തെയാണ് ഊഞ്ഞാൽപ്പാട്ട് എന്ന കവിതയിലൂടെ കടമനിട്ട അവതരിപ്പിക്കുന്നത്. എന്താണ്? കുടുംബത്തിനുള്ളിലെ ഊഷ്മളമായ സ്നേഹത്തെയാണ് ഊഞ്ഞാൽപ്പാട്ട് എന്ന കവിതയിലൂടെ കടമനിട്ട അവതരിപ്പിക്കുന്നത്. ജോലി കഴിഞ്ഞെത്തിയ അച്ഛനെ മക്കൾ സ്നേഹപ്രകടനങ്ങൾ കൊണ്ട് പൊതിയുന്നു. ഓടിയെത്തിയ ഗീതമോൾ പിതാവിൻ്റെ കഴുത്തിൽ തളിര് പോലെയുള്ള കൈ ചുറ്റിപ്പിടിച്ച് തല കുനിച്ച് നെറ്റിയിൽ പറ്റി നിൽക്കുന്ന അഴുക്ക് കലർന്ന വിയർപ്പിനെ ചുണ്ടുകൊണ്ട് തുടച്ചു. അപ്പോൾ ഗീതമോൾ ഓടിയെത്തിയ ഗീതമോൾ എന്താ ചെയ്തത്? പിതാവിൻ്റെ കഴുത്തിൽ അവളുടെ കയ്യിനെ എന്തുകൊണ്ടാണ് ഉപമിച്ചത്? താമരത്തണ്ടെറിഞ്ഞു കുതിച്ചു നെറ്റിയിൽ, അതായത് തളിര് പോലെയുള്ള അവളുടെ കൈ ചുറ്റിപ്പിടിച്ച് തല കുനിച്ച്. അപ്പോൾ അച്ഛൻ ജോലി കഴിഞ്ഞ് വരികയാണ്. അച്ഛൻ്റെ നെറ്റിൽ ഒരുപാട് വിയർപ്പുണ്ട്. എന്നാലും ആ അഴുക്ക് കലർന്ന വിയർപ്പിനെ ചുണ്ടുകൊണ്ട് തുടച്ചു. പിതാവിൻ്റെയും മക്കളുടെയും സ്നേഹം കണ്ട് അവർക്ക് നന്മ വരണമെന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് കുഞ്ഞുങ്ങളുടെ അമ്മ ഒരു പ്രാർത്ഥനാ നാളം പോലെ നിൽക്കുകയാണ്. ഈ വരികളിൽ നിഷ്കളങ്ക സ്നേഹപ്രകടനത്തിൻ്റെ മനോഹര ദൃശ്യമാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. മക്കളുടെ സ്നേഹം അച്ഛന് ആനന്ദവും ഉത്സാഹവും ഒക്കെ പകർന്ന് ജീവിതം സന്തുഷ്ടമാകുന്ന ഒരു അനുഭവമാണ് നൽകുന്നത്. അച്ഛൻ്റെയും മക്കളുടെയും ആ സന്തോഷത്തിന് കരുത്ത് പകരുന്ന കുടുംബത്തിനുള്ളിലെ ആ സ്നേഹബന്ധം ശാശ്വതമായി നിലകൊള്ളണമെന്ന് പ്രാർത്ഥിച്ചു നിൽക്കുന്ന മാതാവിനെയുമാണ് കവി അവതരിപ്പിക്കുന്നത്. അപ്പോൾ പ്രാർത്ഥനാ നാളം എന്നിവിടെ ഉദ്ദേശിക്കുന്നത് എന്താണ്? കുഞ്ഞുങ്ങളുടെ അമ്മയാണ്. അതായത് പിതാവിൻ്റെയും മക്കളുടെയും സ്നേഹം കണ്ടിട്ട് അവർക്ക് എപ്പോഴും നന്മ വരണമെന്ന് പ്രാർത്ഥിച്ചു നിൽക്കുകയാണ് കുഞ്ഞുങ്ങളുടെ അമ്മ. ഒരു പ്രാർത്ഥനാ നാളം പോലെ നിൽക്കാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ സ്നേഹം ഒരിക്കലും മങ്ങാതെ മായാതെ അങ്ങനെ നിൽക്കണം എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് അമ്മ നിൽക്കുകയാണ്. അതായത് അച്ഛൻ്റെയും മക്കളുടെയും സന്തോഷത്തിന് കരുത്ത് പകരുന്ന കുടുംബത്തിനുള്ളിലെ സ്നേഹം. കുടുംബത്തിൽ അങ്ങോട്ടും ഇങ്ങോട്ടും സ്നേഹം ഉണ്ടെങ്കിലേ ഉള്ളൂ കുടുംബ ബന്ധത്തിന് ഒരു ഊഷ്മളത ഉണ്ടാവും. അത് എപ്പോഴും നിലനിൽക്കണം എന്നാണ് അമ്മ പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുന്നത്. ഇതാണ് ഈ വരികളിലെ ആശയം. ഇനി നമുക്ക് അടുത്തൊരു പ്രവർത്തനം നോക്കാം. വിശകലനം ചെയ്യാനാണ്. തേങ്ങ എന്ന പാഠഭാഗവുമായി ബന്ധപ്പെട്ടാണ്. നിങ്ങൾക്കറിയാലോ തേങ്ങ എഴുതിയത് ആരാണ്? പി വത്സലയാണ്. അപ്പോൾ നമുക്ക് ഈ ചോദ്യം ഒന്ന് നോക്കാം. തെളിഞ്ഞ മുഖം കാണാൻ അവൾക്ക് സാധിച്ചിരുന്നില്ല. ഈ പ്രസ്താവന അക്കമ്മയുടെ ഗ്രാമജീവിത പശ്ചാത്തലവുമായി ബന്ധപ്പെടുത്തി വിശദീകരിക്കാനാണ്. അക്കമ്മയുടെ നാടിൻ്റെ ദാരിദ്ര്യവും കഷ്ടപ്പാടുമാണ് ഇവിടെ നമുക്ക് കാണാൻ കഴിയുന്നത്. അപ്പോൾ അവൾക്കൊരു തെളിഞ്ഞ മുഖം ഉണ്ടെങ്കിൽ എന്താണ്? ഉള്ളിൽ ഭയങ്കര സന്തോഷം വേണം. പക്ഷെ അവളുടെ വീട്ടിൽ ഭയങ്കര കൊടിയ ദാരിദ്ര്യമായിരുന്നു. വീട്ടിൽ മാത്രമല്ല അവരുടെ നാടും അങ്ങനെ തന്നെയായിരുന്നു. അപ്പോൾ അതൊക്കെ സഹിച്ചുകൊണ്ടാണ് അവൾ അവിടെ നിന്നത്. ഓക്കെ, ഇവിടെ വരുന്നത് എന്തിനാണ്? അവൾ ജോലി തേടിയിട്ടാണ് വരുന്നത്. അപ്പോൾ അവൾക്കൊരു തെളിഞ്ഞ മുഖം, സന്തോഷമുള്ള മുഖം അവൾക്ക് കാണാൻ സാധിച്ചില്ല. അപ്പോൾ അക്കമ്മയുടെ നാടിൻ്റെ ദാരിദ്ര്യവും കഷ്ടപ്പാടുമാണ് ഇവിടെ നമുക്ക് കാണാൻ കഴിയുന്നത്. മലകൾക്കിടയിൽ കൊച്ചു കുടികളിൽ പട്ടിണിയോട് മല്ലിട്ട് ജീവിക്കുന്ന ഒരു പറ്റം ഗ്രാമീണർ
കൂട്ടുകാർക്കിടയിൽ ആരിലും അവർക്കൊരു തെളിഞ്ഞ മുഖം കാണാൻ കഴിഞ്ഞിരുന്നില്ല. എല്ലാവരും അവളെ പോലെ തന്നെ ദാരിദ്ര്യത്തിലും പ്രാരാബ്ധങ്ങളിലും ജീവിക്കുന്ന ആൾക്കാരാണ്. ആ ഗ്രാമത്തിലെ അവളുടെ ജീവിതം എങ്ങനെയായിരുന്നു എന്ന് നമുക്ക് ഇതിലൂടെ മനസ്സിലാക്കാം. അപ്പോൾ ഈ ഒരു വാക്യത്തിലൂടെ, ഈ ഒരു പ്രസ്താവനയിലൂടെ നമുക്ക് എന്താണ് മനസ്സിലാക്കാൻ കഴിയുന്നത്? അവളുടെ നാടിൻ്റെ ദാരിദ്ര്യവും അവളുടെ കഷ്ടപ്പാടുമാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഒരു തെളിഞ്ഞ മുഖം കാണാൻ അവൾക്ക് സാധിച്ചിരുന്നില്ല. ഇനി നമുക്ക് ഊഞ്ഞാൽപ്പാട്ട് എന്ന കവിതയ്ക്ക് ഒരു ആസ്വാദനക്കുറിപ്പ് തയ്യാറാക്കി നോക്കാം. കുടുംബത്തിൻ്റെ ഇഴയടുപ്പമാണ് ഇവിടെ കവി വരച്ചു കാട്ടുന്നത്. കുടുംബത്തിൻ്റെ സ്നേഹബന്ധത്തിൻ്റെ ഒരു ഊഷ്മള ബന്ധമാണ് കവി ഇവിടെ വരച്ചു കാട്ടുന്നത്. ഉഷ്ണമാണ് മക്കളെ, ദേഹത്താകെ വിയർപ്പാണ്, ഈ വിയർപ്പൊക്കെ തുടച്ചിട്ട് നിങ്ങളെ എടുക്കാമെന്ന് പറയുന്ന അച്ഛൻ മക്കളുടെ സ്നേഹപ്രകടനത്തിന് മുന്നിൽ തൻ്റെ കഷ്ടപ്പാടുകളെയാണ് തുടച്ചു മാറ്റാൻ ശ്രമിക്കുന്നത്. അപ്പോൾ കെട്ടിപ്പിടിക്കാൻ ഓടി വരുന്ന മക്കളോട് പറയുന്നുണ്ട്, ഉഷ്ണമാണ് മക്കളെ, ദേഹത്ത് വിയർപ്പാണ്, ഈ വിയർപ്പൊക്കെ തുടച്ചിട്ട് നിങ്ങളെ എടുക്കാമെന്ന് പറയുന്നെങ്കിലും മക്കൾക്ക് അച്ഛൻ്റെ ആ വിയർപ്പിൻ്റെ നാറ്റമൊന്നും ഒരു പ്രശ്നവുമില്ല. അവർ സ്നേഹപ്രകടനത്തെ മുന്നിൽ തൻ്റെ കഷ്ടപ്പാടുകളെയാണ് തുടച്ചു മാറ്റാൻ ശ്രമിക്കുന്നത്. അവർക്കിടയിൽ അപ്പോൾ വീശുന്ന കാറ്റിന് പോലും സ്നേഹത്തിൻ്റെ സുഗന്ധമാണ്. അച്ഛൻ്റെ മനസ്സാകുന്ന പൂമ്പാറ്റയുടെ ചിറക് ദുർബലമാണ്, എങ്കിലും ആ ചിറക് കൊണ്ട് എല്ലാ കഷ്ടതകളും താണ്ടി ജീവിതത്തിൻ്റെ അക്കരെ എത്താൻ കുടുംബ ബന്ധത്തിലെ സ്നേഹമാണ് അച്ഛന് ശക്തി നൽകുന്നത്. അപ്പോൾ അച്ഛൻ്റെ മനസ്സ് എന്ന് പറയുന്നത് പൂമ്പാറ്റയുടെ ചിറക് പോലെയാണെന്നാണ് കവി പറയുന്നത്. പൂമ്പാറ്റയുടെ ചിറക് കൂട്ടുകാർക്ക് അറിയുമല്ലോ, വളരെ ദുർബലമാണല്ലേ. എന്നാലും ആ പൂമ്പാറ്റയുടെ ചിറക് ദുർബലമാണെങ്കിലും, അതായത് അച്ഛൻ്റെ മനസ്സ് വളരെ ദുർബലമാണെങ്കിലും ഈ ദുർബലതകളെയൊക്കെ അതിജീവിച്ച് ജീവിതം മുന്നോട്ട് പോകുന്ന എന്താണ്? ഈ മക്കളുടെയും അമ്മയുടെയും ഒക്കെ സ്നേഹമാണ്. കുടുംബ ബന്ധത്തിലെ സ്നേഹമാണ് അച്ഛന് ശക്തി നൽകുന്നത്. തേൻ നുകരാൻ എത്തിയ വണ്ടുകൾക്ക് പൂവ് തേൻ നൽകുന്നത് പോലെ തൻ്റെ ഉള്ളിലെ സ്നേഹം മുഴുവൻ അച്ഛൻ കുഞ്ഞുങ്ങൾക്ക് പകർന്നു നൽകുന്നു. അപ്പോൾ അച്ഛൻ കുഞ്ഞുങ്ങൾക്ക് പകർന്നു നൽകുന്ന ആ സ്നേഹത്തെ കവി എങ്ങനെയാണ് പറഞ്ഞത്? തേൻ നുകരാൻ എത്തിയ വണ്ടുകൾക്ക് പൂവ് തേൻ നൽകുന്നത് പോലെ. അപ്പോൾ വണ്ടുകൾക്ക് പൂവ് തേൻ നൽകുന്ന പോലെയാണ് തൻ്റെ ഉള്ളിലെ സ്നേഹം മുഴുവൻ അച്ഛൻ കുഞ്ഞുങ്ങൾക്ക് പകർന്നു കൊടുക്കുന്നത്. അച്ഛൻ്റെ മനസ്സാകുന്ന പൂമ്പാറ്റയുടെ ചിറക് ദുർബലമെങ്കിലും ആ ചിറക് കൊണ്ട് എല്ലാ കഷത്തേൻ നുകരാൻ്റെ വണ്ടുകൾക്ക് പൂവ് തേൻ നൽകുന്ന പോലെയാണ് തൻ്റെ ഉള്ളിലെ സ്നേഹം മുഴുവൻ അച്ഛൻ കുഞ്ഞുങ്ങൾക്ക് പകർന്നു നൽകുന്നത്. പ്രത്യസ്നേഹത്തിൻ്റെ ഉദാത്ത ഭാവമാണ് ഈ കവിതയിൽ കാണുന്നത്. ഇനി നമുക്ക് അടുത്ത ചോദ്യം നോക്കാം. അമ്മയില്ലാത്തവർക്ക് അപ്പോൾ അമ്മയായി ഞാൻ നിലാവാകും. ഇവിടെ നിലാവാകും എന്നാണ് അടിവരയിട്ടത്. അടിവരയിട്ട ഈ പദത്തിന് പകരം ഉപയോഗിക്കാവുന്ന പദമേത്? അപ്പം നിലാവിൻ്റെ ഒരു പര്യായ പദം എന്താണ്? ദുഗ്ധം എന്ന് പറഞ്ഞാൽ എന്താണ്? പാലാണ്. ജ്യോത്സ്ന എന്ന് പറഞ്ഞാലാണ് നിലാവ്. ജ്യോത്സ്ന എന്ന് പറഞ്ഞാലാണ് നിലാവ്. അമ്പരം എന്ന് പറഞ്ഞാൽ എന്താണ്? ആകാശമാണ്. ഓക്കെ, ഇനി നമുക്ക് അടുത്ത ചോദ്യം നോക്കാം. ആരുമില്ലാത്ത കുഞ്ഞിന് അമ്മ ഭൂമി തന്നെയാകുന്നു. അടങ്ങാത്ത സ്നേഹത്തിൻ്റെ പാൽക്കടൽ സൃഷ്ടിക്കുന്ന പ്രകൃതിയുടെ പാട്ടായി മാറുകയാണ് ഈ കവിത. സമർത്ഥിക്കുക. അപ്പോൾ വേഗം ഉറങ്ങൂ എന്ന കവിതയുമായി ബന്ധപ്പെട്ട ഒരു ചോദ്യമാണ്. എന്താണ് ഇവിടെ പറയുന്നത്? എല്ലാ ജീവജാലങ്ങൾക്കും അമ്മയാണ് ഭൂമി. ഭൂമിയിലുള്ള എല്ലാ ജീവജാലങ്ങൾക്കും ആരാണ് അമ്മ? ഭൂമി തന്നെയാണ്. എല്ലാ ജീവജാലങ്ങൾക്കും അമ്മയാണ് ഭൂമി. തൻ്റെ എല്ലാ മക്കൾക്കും വേണ്ടിയുള്ള അമ്മയുടെ താരാട്ടാണ് ഈ കവിത. അപ്പോൾ അമ്മയുടെ താരാട്ട് പാട്ടാണ്. താരാട്ട് കേട്ടി ഉറക്കുകയാണ്. തൻ്റെ എല്ലാ മക്കളെയും അമ്മ താരാട്ട് പാടി ഉറക്കുകയാണ്. രാത്രി വന്നെത്തിയോടെ മാനും മുയലും എല്ലാം ഉറങ്ങി. രാത്രി വന്നെത്തിയോടെ എന്താണ്? മാനും മുയലും എല്ലാം ഉറങ്ങി. കാടും കടലും ശാന്തമായി. അല്ലേ, നമ്മൾ കടൽ തീരത്തൊക്കെ പോയി നോക്കിയാൽ അറിയാം, ശാന്തമായി ഒഴുകുന്ന കടലിനെയാണ് നമ്മൾ രാത്രി കാണുന്നത്. ഓക്കെ, അപ്പോൾ പ്രകൃതിയാവുന്ന അമ്മ മക്കളെ താരാട്ട് പാട്ടി ഉറക്കുകയാണ്. മകളെ, നീയും മിഴി പൂട്ടി ഉറങ്ങുക, നല്ല സ്വപ്നങ്ങൾ കാണട്ടെ. ഉറക്കത്തിൻ്റെ ശാന്തതയിൽ യുദ്ധക്കളങ്ങൾ പോലും പൂക്കളായി മാറും. അപ്പോൾ ഉറക്കത്തിന് അത്രയും ശാന്തതയാണ്. ആ യുദ്ധക്കളം കണ്ടാൽ പൂക്കളമാണെന്ന് തോന്നിപ്പോകും. അത്രയും ശാന്തതയാണ് മിഴിപ്പൂട്ടി ഉറങ്ങുക മകളെ എന്നാണ് പറയുന്നത്. വരണ്ട പുഴകൾ ജലം കൊണ്ട് നിറയും, ഉണങ്ങിയ കാടുകൾ തളിരണിയും. ഇതെല്ലാം കാരണമാകുന്നത് പ്രകൃതിയുടെ കാരുണ്യമാണ്. അതിരുകളില്ലാത്ത സ്നേഹമാണ്. പ്രകൃതിയുടെ സ്നേഹത്തിൻ്റെ പ്രതീകമായാണ് നിലാവ് പരന്നൊഴുകുന്നത്. ഇനി നമുക്ക് അടുത്ത ചോദ്യം നോക്കാം.
ഇവിടെ തേങ്ങ എന്ന പാഠഭാഗത്തിൻ്റെ ഒരു ആശയമാണ് എഴുതേണ്ടത്. അപ്പോൾ നമുക്കതൊന്ന് വായിച്ചു നോക്കാം. പി. വത്സലയുടെ മനോഹരമായ കഥയാണ് തേങ്ങ. ഇത് പട്ടണത്തിൽ വേലക്കാരി ആയി എത്തുന്ന അക്കമ്മയുടെ കഥയാണ്. ദരിദ്രയായ അവൾ ഗ്രാമത്തിലെ കുടിലിൽ നിന്നാണ് വരുന്നത്. പ്രകൃതിയും അക്കമ്മയും തമ്മിൽ ആഴത്തിലുള്ള ബന്ധമാണുള്ളത്. അതുകൊണ്ട് തന്നെ തേങ്ങകൾ മഴ നനഞ്ഞു കിടക്കുന്നത് കണ്ടപ്പോൾ അവൾക്ക് വല്ലാത്ത ദുഃഖം തോന്നി. പ്രകൃതി സ്നേഹിയായ അക്കമ്മയുടെയും നഗരവാസിയായ സംഗീത ചേച്ചിയുടെയും കാഴ്ചപ്പാടുകൾ തമ്മിൽ വലിയ വ്യത്യാസമുണ്ട്. അതുകൊണ്ടാണ് അക്കമ്മ തേങ്ങ പെറുക്കി സൂക്ഷിക്കുന്നതിന് സംഗീത ചേച്ചി പ്രാന്ത് എന്ന് വിശേഷിപ്പിക്കുന്നത്. വളരെ സ്നേഹമുള്ള വീട്ടമ്മ അക്കമ്മയുടെ പ്രവൃത്തികൾ ഇഷ്ടപ്പെടുന്നു. അവൾ തേങ്ങ വാരി കൂട്ടിയത് കണ്ടപ്പോൾ അവളെ പുണരുന്നു. നഗരവും ഗ്രാമവും തമ്മിലുള്ള വ്യത്യാസവും ഇതിൽ കാണാം. അക്കമ്മയുടെ അച്ഛൻ കൃഷിപ്പണിയിൽ മകളെയും കൂടെ കൂട്ടിയിരുന്നു. എന്നാൽ വീട്ടമ്മയുടെ അച്ഛൻ കൃഷിപ്പണിയിൽ മകളെ കൂടെ കൂട്ടിയിരുന്നു. എന്നാൽ വീട്ടമ്മയുടെ അച്ഛൻ കൃഷിപ്പണിയിൽ അവരെ പങ്കാളികളാക്കാതെ ആ വരുമാനം കൊണ്ട് മക്കളെ വളർത്തി. അതുകൊണ്ടാകാം അവർ കൃഷിപ്പണിയെ അവഗണിച്ചത്. വളരെ ഹൃദയസ്പർശിയായും സൂക്ഷ്മമായും അവതരിപ്പിച്ച തേങ്ങ അതീവ ഹൃദ്യമായ ഒരു കഥയാണ്. അപ്പോൾ തേങ്ങ എന്നൊരു കഥയെക്കുറിച്ചുള്ള ഒരു വിശകലന കുറിപ്പാണ്. അപ്പോൾ നമ്മൾ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് ചോദ്യങ്ങളാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അടിസ്ഥാന പാഠാവലിയുടെ പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പർ ഒരുപാട് ഓൺലൈൻ ക്ലാസ് എന്ന ഈ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. കഴിഞ്ഞ വർഷം അപ്ലോഡ് ചെയ്തതാണ്. അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. നിങ്ങളല്ലെങ്കിൽ ക്ലാസ് 6 അടിസ്ഥാന പാഠാവലി ഓൺലൈൻ ക്ലാസ് എന്ന് യൂട്യൂബിൽ അടിച്ചാൽ നിങ്ങൾക്ക് സെർച്ച് ചെയ്താൽ നിങ്ങൾക്ക് കിട്ടും. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങളുടെ കൂട്ടുകാർക്ക് ഷെയർ ചെയ്ത് കൊടുക്കാനും, നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്. താങ്ക്